നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ ഫസ്റ്റ് കിച്ചൺ റെസിപ്പി ആയിട്ടാണ്. അപ്പം പേരെന്താന്ന് വെച്ചാൽ മുട്ട റോസ്റ്റ് പുട്ട്. അതെ, ഈ ഒരു മുട്ട റോസ്റ്റ് പുട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും മുട്ടയും ഉണ്ട് പുട്ടും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഈ മുട്ട റോസ്റ്റ് പുട്ട്. അതെ, ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പുട്ടൊന്നും ആയിരിക്കും അത്ര ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല, ഇവക്കും ഇഷ്ടമല്ല. ആക്കിയാലൊക്കെ ഒരു ചെറിയൊരു കഷ്ണം തിന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ ഈ പുട്ടാക്കിയാൽ ഒരു 3-4 പീസിന് തിന്നുന്ന കുറച്ച് ആൾക്കാരിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. സത്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോമ്പിനേഷൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പുട്ടൊന്നും ഇഷ്ടമില്ലാത്തവർക്കെല്ലാം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എന്താ പറയാ, വേറെ നമ്മളിതിനകത്ത് കളർ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുട്ടികൾക്ക് കുട്ടികൾക്കെല്ലാം കൂടുതൽ അട്രാക്ഷൻ ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് പുട്ടാക്കുമ്പം ആ ഒരു ലെയർ ആയിട്ട് നിങ്ങൾ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പം വേറെ കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പം എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. അപ്പോൾ ഞാൻ ഇവിടെ 5 വലിയ പുഴുങ്ങിയ മുട്ടയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ 2 ഉള്ളി, പിന്നെ ഒരു ടൊമാറ്റോ പേസ്റ്റ്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ വലിയ ജീരകം. ഇത്രയും സാധനമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫസ്റ്റ് ഞാൻ വലിയ ജീരകം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ മിക്സിയിൽ അരച്ചിട്ട് ഒരു പേസ്റ്റിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഇത് മിക്സിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചിട്ടൊരു പേസ്റ്റിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഞാനിവിടെ മുട്ട ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ട ഫ്രൈ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ആ മുട്ടക്കായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ വെറുതെ മസാല ഒന്നും പുരട്ടാതെ വെക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്താലാണ്. അപ്പോൾ അതിന് ഞാനിവിടെ വെച്ചിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇടാം, അല്ലെങ്കിൽ കുരുമുളകാണെങ്കിൽ അതും ഇടാം. അപ്പം ഞാൻ ഇതിവിടെ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ഇപ്പോൾ ഫ്രൈ ചെയ്ത് 2 സൈഡും തിരിച്ചും മറിച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്. അപ്പം അങ്ങനെയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഒരു സൈഡൊന്നും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഡീപ്പ് ഫ്രൈൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്. അപ്പോൾ അതിനുശേഷം ഇത് നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ സെയിം പാനിൽ തന്നെ നമുക്ക് ഉള്ളി വഴട്ടാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. അപ്പോൾ ഉള്ളി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴട്ടി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി നല്ലൊരു നല്ല ബ്രൗൺ ആവണമെന്നില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. കുറച്ച് സമയം വഴട്ടി കൊടുത്തിട്ട് നമുക്ക് ഇനി അടുത്ത നമ്മൾ നേരത്തെ ആക്കി വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലേ, അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പം ഇതും കൂടെ ആയിട്ട് ഈ 3 സാധനവും ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. പൊടി ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ 1 ടീസ്പൂൺ എടുത്താൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ പൊടിയെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ഇളക്കി കൊണ്ടുവരിക. അപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ട ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ മസാല ഉണ്ടല്ലോ, ഈ മസാല ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് കുറച്ച് ഇതാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ആ മുട്ടക്കായാലും നമ്മൾ ആക്കി വെച്ച മസാല ഒന്ന് നന്നായിട്ട് പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡ് ആക്കി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടെ നമുക്ക് ആക്കി കൊടുക്കാം.
ശരിക്കും ഇത് നല്ല ടേസ്റ്റുള്ളൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇത്ര ടേസ്റ്റുള്ള മുട്ട റോസ്റ്റ് കഴിച്ചിട്ടില്ല എന്ന് പറയണം. കാരണം മെയിനായിട്ട് ഇതിൽ ഫ്രൈ ചെയ്തിട്ടാണ് മുട്ടയിടുന്നത്, അതുകൊണ്ടാണ്. അത് ഫ്രൈ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത് ഒരു സൈഡായിട്ട് അപ്പുറത്തെ സൈഡും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി വെക്കും, സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് മാറ്റിയിട്ട് സൈഡിൽ വെക്കാം. നമ്മളെ പുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റാക്കാൻ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. ഇപ്പോൾ പുട്ട് റെഡിയാക്കാൻ നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ സെയിം പ്രൊസീജിയർ തന്നെ. നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ ഇടാം. അതിനുശേഷം നമ്മളെ മുട്ട റോസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിവിടെ 5 ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പം മുട്ട റോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച പുട്ടുപൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഈ പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ഇൻട്രോയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് പുട്ട് ഇഷ്ടമില്ലാത്തതായിരിക്കും, ഇതൊന്ന് കിട്ടിയാലേ കഴിക്കാൻ തോന്നും. കാരണം ഇത് ഈ മുട്ടയും എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല ഹെവി ആയിട്ട് തന്നെ തോന്നും. കുറച്ച് സമയത്ത് കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇത് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വെക്കാം. സാധാരണ നമ്മൾ യൂഷ്വൽ പുട്ടാക്കുന്ന അതേ സെയിം പ്രൊസീജിയർ തന്നെ. എക്സ്ട്രാ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ മുട്ടേൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പം നമ്മളെ പുട്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളെ ആൾ വരുന്നുണ്ട്, കണ്ടോ? ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്കിതിപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ക്യാരറ്റോ ബീട്രൂട്ടോ ഒന്ന് കളറിന് വേണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുട്ട തന്നെ വേണമെന്നല്ല, നിങ്ങൾക്ക് ചിക്കനോ മഷ്റൂമോ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾക്കിത് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഈ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.